മലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബത്താല നമ്മുടെയും നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, ഇഷ്ടക്കാർ, കുടുംബക്കാരുടെയൊക്കെ ഖബറുകൾ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ ശിക്ഷയെ നരക ശിക്ഷയെ അവരെയും നമ്മയും ഒക്കെ അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമുദായത്തിലുമുള്ള ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ പീഡനം അനുഭവിക്കുന്ന സത്യവിശ്വാസികളായ മുഅ്മിനുകൾ, മുഅ്മിനാത്തുകളെയൊക്കെ അള്ളാഹുത്തല എല്ലാവിധ ബലാദ് മുസീബത്തുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അള്ളാഹുത്തല തുടച്ചു നീക്കുകയും അവരെ ദുർബലപ്പെടുത്തുകയും മുസ്ലിം സമുദായത്തിൻ്റെ നേതൃത്വത്തിന് അള്ളാഹുത്തല ശക്തി പകരുകയും ചെയ്യുമാറാവട്ടെ. മുസ്ലിങ്ങളോട് കരുണയുള്ളവർക്ക് അള്ളാഹുത്തല അധികാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, അള്ളാഹു റബ്ബുൽ തമ്പുരാൻ മനുഷ്യരായ ബുദ്ധിയും വിവേകവും നൽകപ്പെട്ട, അള്ളാഹു ആദരിച്ചുവെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിച്ച ഈ ആദരണീയരായ മനുഷ്യരെ അള്ളാഹു താല പടച്ചിരിക്കുന്നത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ഭൂതവംശങ്ങളെ, ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹു താല പടച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്, അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ എല്ലാ ഇബാദത്തുകളുടെയും മർമ്മം അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ പറ്റിയുള്ള ബോധമുണ്ടാവുക, സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുക. ഇതാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ട എല്ലാ ഇബാദത്തുകളുടെയും പരമപ്രധാനമായ ഉദ്ദേശവും ലക്ഷ്യവും. പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു തആല പറയുന്നു, വാഖിമി സ്വലാത്ത, നിങ്ങൾ 5 നേരം നമസ്കാരം നിർബന്ധമായും നിലനിർത്തുക, ദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ പറ്റി ഓർമ്മയുള്ളവരാകുക, ആ ദിക്റിലായിക്കൊണ്ട് ജീവിക്കുന്നവരാകുക എന്നതാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ അള്ളാഹു തആല ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിനെ മറക്കേണ്ടവരല്ല നമ്മൾ. അള്ളാഹുവിൻ്റെ ദിക്ർ നമ്മുടെ കൽബിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു തങ്ങൾ വഴി ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്നെ ഷറായിൽ ഇസ്ലാമിക് അത് കസുറത്തെ അലയ്യ, ഇസ്ലാമിലെ ഇബാദത്തുകൾ, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഒരുപാട് ധാരാളം കാര്യങ്ങളുണ്ട്, അതൊക്കെ കൂടി ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നെന്ന് തോന്നുന്നില്ല. ഫഅഖ്ബിർനി ബിശൈഇൻ അസ്തന്നു ബിഹി, ഞാൻ ഒരു സുന്നത്താക്കി താങ്കളുടെ ചര്യയാക്കി കൊണ്ടു നടക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം നബിയെ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ഒരു മനുഷ്യൻ വന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു, ലാ യസാലു ലിസാനുക റത്ബം മിൻ ദിക്രില്ല, നിന്റെ നാവ് അള്ളാഹുവിൻ്റെ ദിക്റിലായിട്ട് പച്ചയായിക്കൊണ്ടിരിക്കുക, എപ്പോഴും നനവുള്ളതാവുക, അള്ളാഹുവിൻ്റെ ദിക്റിലായിട്ട് ഈർപ്പമുള്ള നാവായി നിന്റെ നാവ് മാറുക, ആ ദിക്റിലായിക്കൊണ്ട് തന്നെ മരിക്കുക. ഇതാണ് നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ദിക്റിന് വലിയ പ്രാധാന്യം നമ്മുടെ സമുദായം എക്കാലവും കൊടുക്കുന്നത്. ദിക്ർ വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഏത് നല്ല കാര്യത്തിനും 2 വശങ്ങളുണ്ടാകും എന്ന് നമ്മൾ അറിയണം. ഇഫ്രാത്ത്, തഫ്രീത്ത് എന്നാണ് അതിന് അറബി ഭാഷയിൽ പറയുക, അല്ലെങ്കിൽ കിതാബിൻ്റെ ഭാഷയിൽ പറയാം. ആ ഇഫ്രാത്തും തഫ്രീത്തും ഇല്ലാത്ത രൂപത്തിലായിരിക്കണം നമ്മുടെ അമലുകളൊക്കെ. ഈ ദിക്ർ എന്ന് പറയുന്നത് അല്ലാഹു തആല നിസ്കരിക്കുന്നത്, നിങ്ങൾ നിസ്കരിക്കുന്നത് ദിക്റിനാവണം, എന്നെ ഓർക്കാൻ വേണ്ടി ആവണം എന്ന് പറയുന്ന ദിക്ർ നമ്മൾ തസ്ബീഹ് മാല കൊണ്ട് മറിച്ചാൽ കിട്ടുന്ന ഒന്നല്ല. ഈ മാലയിൽ മറിക്കാൻ കിട്ടുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ പെരുമാറാൻ പറ്റുന്ന ഒന്നല്ല അള്ളാഹു പറയുന്ന ആ ദിക്ർ. അതുകൊണ്ട് തന്നെ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു തങ്ങൾ വഴി ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, ഈ ശ്രേഷ്ഠമായ ദിക്ർ എന്ന് പറഞ്ഞാൽ അലാ ഉനബ്ബിഉകും ബി ഖൈരി അഅമാലിക്കും വഅസ്കാഹ, നിങ്ങളുടെ അഅമാലുകളിൽ വെച്ച്, നിങ്ങളുടെ സൽക്കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല അമൽ ഏതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. വഅസ്കാഹ ഇൻദ മലീകിക്കും, നിങ്ങളുടെ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ ഏറ്റവും പരിശുദ്ധമായ അമൽ ഏതാണെന്ന് പറഞ്ഞു തരട്ടെ. വഅർഫൈഹ ഫീ ദറജാതിക്കും, പരലോകത്ത് സ്വർഗ്ഗലോകത്ത് നിങ്ങളുടെ പദവികൾ ഏറ്റവും ഉയർത്തുന്ന അമല് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. പൊന്നും വെള്ളിയും നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ.
അപ്പൊ അതുകൊണ്ട് തീർന്നില്ല. വഖൈരിൻ ലക്കും മിന്നൻ തൽഖൗ അദുവക്കും, നിങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന നിങ്ങളുടെ രാജ്യത്തിന്റെ ശത്രുക്കളോട് നിങ്ങൾ കണ്ടുമുട്ടുകയും തദ്രിബു അഅനാഖഹും, നിങ്ങൾ അവരുടെ പെരടികൾ വെട്ടുകയും വയദ്രിബു അഅനാഖക്കും, അവർ നിങ്ങളുടെ പെരടി വെട്ടുകയും ചെയ്യുന്ന ആ യുദ്ധത്തെക്കാളും ശ്രേഷ്ഠമായ ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു. ഈ അമലിന്റെ വലിപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ. എത്ര വലിയൊരു അമലത്! മുതല് മുഴുവൻ ചെലവാക്കി അത് കിട്ടൂല. നമ്മുടെ കയ്യിലുള്ള എല്ലാ സമയവും അതിനു വേണ്ടി ചെലവാക്കിയാലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായാലും കിട്ടാത്ത ഇത്രയും പരിശുദ്ധമായ ഇത്രയും ശ്രേഷ്ഠമായ അമല് ഏതാണെന്ന് ചോദിക്കുമ്പോൾ കാലു ബല, സ്വഹാബാക്കൾ പറഞ്ഞു, അതേ നബിയെ, അത്ര ശ്രേഷ്ഠമായ അമൽ ഏതാണെന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, കാല ദിക്റുള്ള, അത് അള്ളാഹുവിന്റെ ദിക്റാണ് എന്ന് റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു. ഇമാം അഹ്മദും അതേപോലെ അബൂദാവൂദും ഉദ്ധരിക്കുന്ന ഹദീസാണ്. പക്ഷെ ഈ ദിക്ർ നമുക്ക് ചൊല്ലാൻ കിട്ടുന്ന ദിക്റല്ല. ആളുകൾ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ മൂല്യന്മാര് മനസ്സിലാക്കിയിട്ടത്, ഈ തസ്ബീഹ് മാല ഇങ്ങനെ ഇരുന്ന് മറിച്ചാൽ കിട്ടുന്ന കൂലി അത് എന്നാണ്. ഇത് മാല മറിക്കുന്ന ദിക്റല്ല. അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ഈ ദിക്ർ നിങ്ങൾ തസ്ബീഹ് മാലയിൽ ചൊല്ലൂല. അത് മാല മറിച്ച് എണ്ണാൻ കിട്ടുന്ന ഒരു ദിക്റല്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈ ദിക്ർ ഏതാണെന്ന് വളരെ വ്യക്തമായി നമ്മുടെ ഇമാമുകളും പൂർവികരായ സലഫു സാലിഹികളും പഠിപ്പിക്കുന്നു. അത് നാവിലുള്ള ദിക്റല്ല, അത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ദിക്റുമല്ല. അപ്പൊ അങ്ങനെയാണല്ലോ മൂല്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം ഇപ്പൊ ദിക്റുകൾക്ക് നടത്തല. എന്തെങ്കിലും പേരില്ലേ, ഒന്നുകിൽ എന്ത് പേരിട്ട് നടത്തിയാലും, ഏത് ഇരുത്തട്ട് കൊണ്ടുപോയിട്ട് നിലാവുണ്ടാക്കിയാലും, എന്ത് പേര് പറഞ്ഞ് നടത്തിയാലും ദീപസ്തംഭം മഹാശര്യം നമുക്ക് കിട്ടണം പണം, ഇത്യർത്ഥം മേഷാം ശ്ലോകേന, അല്ലാതൊന്നും വിദ്യതയെന്ന് കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞതുപോലെ പൈസ കിട്ടാനുള്ള മാർഗം എവിടെ നല്ല നോട്ടുണ്ടോ ആ നോട്ടിന്റെ രൂപത്തിലൊക്കെ കള്ളനോട്ട് ഇറങ്ങും. ഇത് ലോകത്തൊരു പൊതു നിയമമാണ്. നല്ലതിനൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. അല്ലാഹു തആല ഇത്ര ശ്രേഷ്ഠമായ കൂലി നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ ഡ്യൂപ്ലി സ്വാഭാവികമായി ഉണ്ടാവും. അത് നമ്മൾ തിരിച്ചറിയണം. മഹാനായ ഇബ്നുൽ മലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം, അൽ മുറാദു, ഇവിടെ പറയുന്ന ദിക്ർ ആ ദിക്റുൽ ഖൽബിയു, അത് നാവ് കൊണ്ട് ചൊല്ലാൻ പറ്റുന്ന ദിക്റല്ല. ആ ദിക്റുൽ ഖൽബിയു മനസ്സുകൊണ്ട് ചൊല്ലേണ്ട ദിക്റാണ്. മനസ്സിലാണ് ആ ദിക്ർ ഉണ്ടാവേണ്ടത്. അപ്പോഴേ ഈ കൂലി കിട്ടൂ. എന്ന് മാത്രമല്ല, ഫൈനഹു ഹുവല്ലദീ ലഹുൽ മൻസിലത്തു സായിദത്തു അലാ ബദലിൽ അംവാലി വൽ അൻഫുസി, ശരീരം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധകളത്തിൽ ഹോമിക്കപ്പെടുന്നതിനേക്കാളും സമ്പത്ത് മുഴുവൻ പാവങ്ങൾക്ക് ചെലവഴിക്കുന്നതിനേക്കാളൊക്കെ നിങ്ങൾക്ക് കൂലി കിട്ടുന്ന ഒരു അമലാണല്ലോ ഈ പറയുന്ന ദിക്ർ. ആ ദിക്ർ നിങ്ങളുടെ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അവയവം കൊണ്ട് ചെയ്യേണ്ട ദിക്റാണ്. അത് കൽബാണ്. അലാ വഹിയൽ കൽബ്, ആ കൽബ് കൊണ്ട് ഉണ്ടാവേണ്ട ദിക്റാണത്. അത് നാവ് കൊണ്ട് ചൊല്ലാൻ പറ്റുന്ന ദിക്റല്ല. ഒരു നാവിനും ആ ദിക്ർ വരൂല. മഹാനവറുകൾ പറയാ, അൽ മുഷ്തമിലു അലാ സിയാഹിൻ, എങ്ങനത്തെ നാവിന്റെ ദിക്റ. ഇപ്പൊ നമ്മുടെ ദിക്റിന്റെ സ്വഭാവം എങ്ങനെയാ? റാത്തീബ് അല്ലെങ്കിൽ വേറെ വല്ല ഏർപ്പാടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താ ഏർപ്പാട്? ഇവരുടെ ദിക്റിന്റെ സ്വഭാവം അൽ മുഷ്തമിലു അലാ സിയാഹിൻ, അട്ടഹാസം ഉണ്ടാകുന്ന ദിക്റുകള്, നിന്നോടത്ത് നിന്ന് അനങ്ങുന്ന ആടുന്ന ദിക്റുകള്, ഇതൊക്കെ തെറ്റാണ്, പാപമായ ദിക്റാണ്. അല്ലാഹു കൂലി തരുന്ന ദിക്റല്ല ആ ദിക്റുകൾ. അതേപോലെ കരുത്ത് ശക്തമായി പെരടി അനക്കുന്ന ദിക്ർ, ഇത്തരം ദിക്റുകളല്ല അല്ലാഹു തആല കൂലി തരാമെന്ന് പറയുന്ന ദിക്ർ. ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ ദിക്ർ ഒരു തരം ഭരതനാട്യം പോലെ അല്ലെങ്കിൽ മോഹിനിയാട്ടം പോലെയായി മാറിയിരിക്കുക. മൂല്യന്മാര് വട്ടം കൂടി നിന്നിട്ട് ഒരുപാട് ഒരു സംഗീതത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെ ഒരു നാടകത്തിന്റെ ഒരു കൂത്തിന്റെ രൂപത്തിൽ നിന്ന് വട്ടത്തിൽ നിന്ന് ആടുന്ന ഏർപ്പാടായി നമ്മുടെ ദിക്റുകളൊക്കെ മാറി. ഇതാണിപ്പോ ദിക്റായിട്ട് ദിക്റിന്റെ മജ്ലിസ് എന്നും പറഞ്ഞിട്ട് പല പാർട്ടിക്കാരും പല ഗ്രൂപ്പുകാരും സംഘടിപ്പിക്കുന്ന വൃത്തികെട്ട ഏർപ്പാട്. ഇമാം മുല്ല അലിഗിൽക്കാരി ഹനഫി മദ്ഹബിലെ വലിയ പണ്ഡിതനായ മുല്ല അലിഗിൽക്കാരി അദ്ദേഹത്തിന്റെ മിർഖാത്തിന്റെ 5-ാമത്തെ വാള്യം 62-ാമത്തെ പേജിൽ പറഞ്ഞതാ ഞാൻ ഈ വായിച്ചത്. അദ്ദേഹം പറയുന്നു, ഈ ദിക്റുകളല്ല അള്ളാഹുവിന്റെ റസൂൽ ഉദ്ദേശിച്ചത്. ഈ ദിക്റുകൾ ആ പറയുന്ന ശ്രേഷ്ഠതയും ആ പവറും ആ പോരിഷയും ഈ പറയപ്പെട്ട ദിക്റുകൾക്കൊന്നുമില്ല. ആ ദിക്ർ കൽബ് കൊണ്ടുണ്ടാവേണ്ട ഒരു ദിക്റാണ്. അപ്പോഴേ നമ്മൾ അള്ളാഹുവിനെ പൊരുത്തപ്പെടിക്കാനും അള്ളാഹുവിനെ തൃപ്തിപ്പെടിക്കാനും നമ്മുടെ ദിക്ർ കൊണ്ട് കഴിയൂ. അതുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിച്ചത്, ഇന്നമാ യുർദിൽ മുനീബു റബ്ബഹു മാദാമ മഅനിയൻ ബിദിക്രിൻ കൽബഹു.
ഒരാൾ അവന്റെ ദിക്ർ കൊണ്ട് അള്ളാഹുവിനെ പൊരുത്തപ്പെടിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കാനാണ് ഒരാൾ ദിക്ർ ചെല്ലുന്നതെങ്കിൽ അവന്റെ ദിക്ർ അവന്റെ ദിക്ർ കൊണ്ട് എന്ത് ചെയ്യണം? അവന്റെ ദിക്ർ കൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് മാറിയിരുന്നില്ലെങ്കിൽ സെഫ് പൊളിയും. അതിന്റെ പിന്നിലുള്ളവർക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടൂല, ജുമാ കിട്ടൂല. അതുകൊണ്ടാണ് അവരെങ്ങനെ സൈഡിൽ എത്തിയിരിക്കുന്നത്. സെഫ് മുറിഞ്ഞാൽ നമ്മളെ പിന്നിലുള്ളവരുടെ നിസ്കാരത്തിന്റെ കൂലിയാണ് നഷ്ടപ്പെടുക. അപ്പോ കൽബിലാണ് ദിക്ർ ഉണ്ടാവേണ്ടത്. ആ കൽബിൽ ദിക്ർ ഉണ്ടാകുമ്പോഴേ അള്ളാഹുവിനെ പൊരുത്തപ്പെടിക്കാൻ നമുക്ക് കഴിയൂ. അല്ലാതിരുന്നാൽ ആ ദിക്റുകൾക്കൊന്നും അള്ളാഹു കൂലി നൽകില്ല. അള്ളാഹു പ്രതിഫലം നൽകുന്ന ദിക്റാക്കി മാറ്റാൻ നമുക്ക് കഴിയാതെ വരും എന്ന് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ദിക്ർ ഉണ്ടാവേണ്ടത് കൽബിലാണ്. അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം ഇതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ നിസ്കരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ വല്ല ഇബാദത്തിന്റെ സമയത്തോ നമുക്ക് ആ ദിക്ർ ഉണ്ടോ? മുഅ്മിനീങ്ങളെ, നമുക്ക് ദിക്റില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളാണ്, കുറെ കുത്തിമറിയലുകളാണ്. അതുകൊണ്ടാണ് ഇപ്പൊ യോഗയ്ക്ക് പകരം നിസ്കരിച്ചാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ലോകം എത്തിയത്. അപ്പൊ യോഗയൊന്നും ചെയ്യണ്ട, നിസ്കരിച്ചാൽ മതി. കാരണം കുത്തിമറിയലാണല്ലോ. ഈ കുത്തിമറിയലല്ല നിസ്കാരം. നിസ്കാരം എന്ന് പറയുന്നത് ആ രൂപത്തിൽ ഉണ്ടാവേണ്ട ഒന്നല്ല. എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക. ആ ദിക്റാണ് നിസ്കാരത്തിന്റെ മർമ്മം, അതിന്റെ ന്യൂക്ലിയസ്. ആ ദിക്റാണ്. ദിക്റില്ലെങ്കിൽ ആ നിസ്കാരം കൊണ്ട് യാതൊരു പ്രതിഫലവും കിട്ടൂല. ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ ശറഹുൽ ഹികമിൽ പറയുന്നത് കാണാം, ദർറത്തും മിൻ അഅ്മാലിൽ ഖൽബി. ഒരു മനുഷ്യൻ അവന്റെ കൽബ് കൊണ്ട് ചെയ്യുന്ന ഒരു ചെറിയ അമൽ. ദർറത്ത് പറഞ്ഞ ആറ്റം, ഏറ്റവും ചെറിയ പദാർത്ഥ ലോകത്തെ ചെറിയ കണിക. ഒരു ആറ്റത്തിന്റെ വലിപ്പമുള്ള ഒരു അമല് അവന്റെ മനസ്സിൽ തട്ടിയിട്ട് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ മനസ്സിൽ തട്ടിക്കൊണ്ടൊരു സുബ്ഹാനല്ലാഹ് എന്നൊരാളെ ഒരു ദിക്ർ, അവന്റെ കൽബിൽ നിന്ന് അള്ളാഹുവിനെ പറ്റി ഒരു ബോധം, കൽബ് കൊണ്ടൊരു അമലുണ്ടായാൽ ഖൈറും മിൻ അംസാലിൽ ജിബാലി, അത് മിൻ അഅ്മാലിൽ ജവാരിഹി, അവന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പർവ്വത സമാനമായ അമലുകളെക്കാൾ ശ്രേഷ്ഠമാണ് കൽബ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന അമല്. മനസ്സുകൊണ്ട് ചെയ്യണം നമ്മുടെ അമല്, അപ്പോഴാണ് നമുക്ക് കൂലി കിട്ടുക. നിസ്കാരം നമ്മുടെ മനസ്സിൽ വരണം, നോമ്പ് ദിക്റുള്ളതാവണം, സ്വതക്ക ദിക്റുള്ളതാവണം. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും ദിക്റാണ് അതിന്റെ മജ്ജ, അതിന്റെ ന്യൂക്ലിയസ്. അത് നഷ്ടപ്പെട്ടാൽ ഒരു അമലും അള്ളാഹുവിന്റെ അടുക്കൽ കൂലിയുള്ള അമലായി മാറുകയില്ല എന്ന് ഇമാം ഷെയ്ഖ് ഷർക്കാവി അദ്ദേഹത്തിന്റെ ശറഹുൽ ഹികമിന്റെ 1-ാമത്തെ വാള്യം 80-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഇമാം നബവി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അൽ മുറാദു മിനൽ ദിക്രി, ദിക്ർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. അദ്ദേഹത്തിന്റെ അദ്കാർ ദിക്റുകൾ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് നബവി ഇമാമിന്റെ. ആ അദ്കാറിന്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അൽ മുറാദു മിനൽ ദിക്രി, ദിക്ർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഹുളൂറുൽ കൽബി, കൽബിന് ബോധം ഉണ്ടാകുക എന്നാണ്. കൽബിന് ബോധമല്ലാതെ നാവ് കൊണ്ട് സുയ്പാക്കല്ലാ 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 എന്ന് 10,000 വട്ടം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കൽബിൽ അള്ളാഹിനെ പറ്റി ബോധം ഉണ്ടാവുക. എന്ത് കണ്ടാലും അത് അള്ളാഹുവിന്റെ പടപ്പാണല്ലോ, എന്ത് കേട്ടാലും അള്ളാഹുവിന്റെ വിധിയാണല്ലോ, എന്ത് വന്നാലും അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുക, അള്ളാഹുവിലേക്ക് നമ്മുടെ ചിന്ത മടക്കുക. അതിന് കഴിയുന്നതിനാണ് ദിക്ർ എന്ന് പറയുക എന്ന് ഇമാം നവവി അദ്ദേഹത്തിന്റെ അദ്കാറിന്റെ 12-ാമത്തെ പേജിൽ തന്നെ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് നമ്മുടെ പൂർവികരായ ആളുകൾ ഉന്നതമായ പദവിയിലേക്ക് എത്തിയത് ആ ദിക്ർ കൊണ്ടാണ്. അല്ലാതെ തസ്ബീഹ്മാരെങ്ങനെ പിടിച്ചു മറിച്ചിട്ടല്ല. തസ്ബീഹ്മാരെങ്കിലും പിടിച്ചു മറിക്കാൻ ഏത് പൊട്ടനെ കൊണ്ട് കഴിയും. അതുകൊണ്ടൊന്നും നമ്മുടെ ദിക്റാവൂല. റാബിയത്തുൽ അദബിയ്യ റളിയല്ലാഹു അൻഹ ഔലിയാക്കളിൽപ്പെട്ട മഹദി റാബിയത്തുൽ അദബിയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട് കാണാം, ദിക്റുക ഫീ ഖൽബി വമദ്ഹൂക ഫീ ഫമി വഹുസ്നുക ഫീ ഐനയ്യ ഫൈന തഗീബു. അല്ലാഹുവിനോട് പറയാ, ദിക്റുക ഫീ ഖൽബി, നിന്നെ പറ്റിയുള്ള ദിക്റാണ് എന്റെ കൽബ് നിറയെ, എന്റെ മനസ്സ് നിറയെ നിന്റെ ദിക്റാണ് അല്ലാഹുവേ. ഞാൻ എന്റെ വായ കൊണ്ട് പറയുന്നത് നിന്റെ മദ്ഹുകളാണ്, അതല്ല ദിക്ർ. ഞാൻ നാവ് കൊണ്ട് പറയുന്നത് എന്റെ വായിൽ മുഴുവൻ നിന്റെ മദ്ഹുകളാണ്. നീ സൃഷ്ടിച്ച പ്രപഞ്ചം, നീ സൃഷ്ടിച്ച സംവിധാനിച്ച ലോകം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض
യഖൂലൂന റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ആകാശ ലോകങ്ങളെ പറ്റി, പ്രപഞ്ചത്തെ പറ്റി, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളെ പറ്റി ആലോചിച്ചിട്ട്, അതിന്റെ അതിശയങ്ങളെ പറ്റി ചിന്തിച്ചിട്ട്, അള്ളാഹുവിന്റെ അജായിബ് മലക്കൂത്ത് സമാവാത്തിനെ പറ്റി ആലോചിച്ചിട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് പറയും സുബ്ഹാനല്ലാഹ്, പടച്ചവനെ നീ എത്ര പരിശുദ്ധൻ. അതാണ് എൻ്റെ നാവിലൂടെ, നിന്റെ മദ്ഹുകളാണ് എൻ്റെ നാവില്. അല്ലാഹുവേ, അതിന്റെ പുറമെയോ നിന്റെ സൃഷ്ടിപ്പിന്റെ ചൊറുക്കുകളും അലങ്കാരങ്ങളുമാണ് എൻ്റെ കണ്ണ് നിറയെ. എവിടെ നോക്കിയാലും നിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളാണ് ഞാൻ കാണുന്നത്. പടച്ച തമ്പുരാന് തഹീബും, നീ എവിടെയാ ഒളിക്കുക? എന്റെ മുമ്പിൽ നിന്ന് ഒളിക്കാൻ നിനക്ക് എവിടെ കഴിയും? നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അല്ലാഹു ഷാഹിദി, അല്ലാഹു മഴി, അല്ലാഹു ഹാദിരി എന്നൊക്കെ പറയുന്നത് ആ നിലയിൽ നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹുവിന്റെ ദിക്ർ വരുമ്പോഴാണ്. ഇത് അള്ളാഹിനെ പറ്റി ഒരു ബോധമില്ലാത്ത മനുഷ്യൻ അല്ലാഹു ഷാഹിദി, അല്ലാഹു നാദിരി എന്ന് പറഞ്ഞാൽ അള്ള നമ്മുടെ കൂടെ ഉണ്ടാവുന്നില്ല. അല്ലാഹു മഴി എന്ന് വെറുതെ പറയാനേ ഉള്ളൂ. അള്ള നമ്മുടെ കൂടെ കൂടണമെങ്കിൽ കൽബിൽ ദിക്ർ വേണം. അല്ലാഹുവിനെ പറ്റിയുള്ള ബോധമുള്ളവരായി നമ്മൾ മാറണം. അത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കുറ്റിയറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമൊക്കെ കാട്ടിക്കൂട്ടലാണ്. എല്ലാം ഒരു കാട്ടിക്കൂട്ടലായി മാറി. ഇബാദത്തുകളൊക്കെ നിസ്കാരമായാലും ദിക്റുകളായാലും ഒക്കെ ഒരു തരം കാട്ടിക്കൂട്ടലുകളായി മാറി. കാണുന്നില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ യത്തീംഖാന്റെ പിരിവ് അല്ലെങ്കിൽ വേറെ പിരിവ് എന്ന് പറഞ്ഞ് വരും ആൾക്കാർ. അതിന് റസീറ്റ് ബുക്ക് കയ്യിൽ പിടിച്ചാൽ മതി, മാല കയ്യിൽ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഉണ്ടാവും കയ്യിലെടുത്ത് തസ്ബീഹ് മാല. അതിങ്ങനെ മറിക്കുന്നതിൻ്റെ അടിയിൽ വർത്താനം പറയുന്നുണ്ടാവും. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ അത്യാവശ്യം നല്ലൊരു മനുഷ്യനാണ്, കുറേ ദിക്റൊക്കെ ചൊല്ലുന്ന ഒരു ഔലിയായിട്ടുണ്ട്, ഒരു ഔലിയ പദവിയിലേക്ക് ഞാനിപ്പോൾ എത്താൻ അടുത്തായിട്ടുണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കാനാണ്. ഈ ദിക്ർ കൊണ്ട് മനുഷ്യന് പിരാന്താവും. ഈ ദിക്ർ കൊണ്ട് ബോധം നഷ്ടപ്പെടും. പരത്തി പറയാൻ സമയമില്ല, എന്നാലും ഞാൻ പറയാം. ഈ ദിക്ർ നമ്മളെ നശിപ്പിക്കുന്ന ദിക്റാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്ർ നമ്മുടെ കൽബിൽ നിന്ന് വരേണ്ട ദിക്റാണ്. അപ്പോഴാണ് നമ്മുടെ ദിക്റുകൾക്ക് ഫലമുണ്ടാകൂ. ഇമാം വഫിൽ ഖറഹി അന്നഹു ഇമാം തഫ്സീർ ജമലിൽ കാണാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദിക്റാകണമെങ്കിൽ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അള്ളാഹുവിന്റെ ദിക്ർ മനുഷ്യരിൽ വന്നാൽ അവൻ അള്ളാഹുവിനെ പറ്റി പേടിയുള്ളവനായി തീരും. അവന്റെ കൽബ് പേടിച്ചു പോകും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് മനുഷ്യന് സമാധാനം കിട്ടുമെന്ന് ഇതേ മൂല്യന്മാർ ഓതുള്ളൂ. കാരണം മനുഷ്യൻ്റെ നിന്ന് 10 റുപ്യ കിട്ടണമെന്നുണ്ടെങ്കിൽ ദിക്ർ ഇല്ല, സമാധാനം കിട്ടും. അന്നോളി ദിക്ർ മജ്ലിസിൽ, ഞങ്ങളുടെ മജ്ലിസിൽ കൂടിയാൽ മതി, ഞങ്ങളുടെ സലാത്തിൽ കൂടിയാൽ മതി, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും എന്ന് തോന്നിപ്പിക്കണമെങ്കിൽ ഈ ആയത്തെ ഓതാൻ പറ്റും. ആയത്തിന് അങ്ങനെ അർത്ഥം തന്നില്ല. ആ പറഞ്ഞ ദിക്റുമായിട്ട് അലാദിരിക്കില്ലായി തത്മഇന്നുൽ ഖുലൂബ് എന്ന ആയത്തിന് അങ്ങനെ ഒരു അർത്ഥം തന്നെ ഇല്ല. ഒരു തഫ്സീറിലും അത് കാണൂല. പിന്നെന്താ ഈ പറഞ്ഞ ആയത്തുകളുടെയൊക്കെ അർത്ഥം? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. ഈ ആയത്തിന്റെ അർത്ഥം അന്നഹും ഇദാ ദുക്കിറുൽ ഉഖൂബാത്തി, അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റി, നരകത്തെ പറ്റി, ഖബർ ശിക്ഷയെ പറ്റി, അദാബിനെ പറ്റി അവരോട് വഅദ് പറഞ്ഞു കൊടുത്താൽ, അവരോട് പറഞ്ഞ് പേടിപ്പിച്ചാൽ, ശിക്ഷയെ പറ്റി പറഞ്ഞാൽ, വലം യഅ്മനു അൻ യതൂബു അലൽ മആസി, അവർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചതായിട്ട് അവർക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല. അവരുടെ തൗബ അല്ലാഹു സ്വീകരിച്ചോ എന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പ് വന്നിട്ടില്ല. അത്തരമൊരവസ്ഥയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റി പറയുമ്പോ അതാ ദിക്ർ. ആ വയല് കേൾക്കുമ്പോ അവരുടെ കൽബുകൾ പേടിച്ചു പോകും. അപ്പോഴാണ് മനുഷ്യന്റെ മനസ്സിൽ പേടി ഉണ്ടാകുക. അതാണ് ദിക്ർ. അതാ അവിടെ നടക്കേണ്ടത്. പള്ളികളിൽ വെള്ളിയാഴ്ചകളിൽ പഞ്ചന്മാരോട് ഒന്നുകിൽ ആ വജിലുണ്ടാക്കേണ്ട, പേടി ഉണ്ടാക്കേണ്ട, അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റി പറയേണ്ടതാണ് വയലുകൾ. അതാണ് മജ്ലിസുൽ ദിക്ർ. ആ ദിക്റാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആലോചിക്കുക, അള്ളാഹിനെ പറ്റി നമുക്കിന്ന് പേടിയില്ല, അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റി പേടിയില്ല, ഖബർ ശിക്ഷയെ പറ്റി പേടിയില്ല. നമ്മുടെ കൂട്ടുകാർ മരിച്ചു പോകുന്നു, നമ്മുടെ കൂടപ്പറപ്പുകൾ മരിച്ചു പോകുന്നു, നമ്മുടെ മാതാപിതാക്കൾ മരിച്ചു പോയിരിക്കുന്നു, നമ്മുടെ സഹോദരന്മാര് മരിച്ചു പോയിരിക്കുന്നു. അവരുടെ ഖബറുകൾ കണ്ടാൽ പോലും നമുക്ക് അങ്ങനെ കടക്കേണ്ടി വരുമെന്നുള്ള പേടിയൊന്നും നമുക്കില്ല. അതാണ് പേടി, അതാണ് വയല്, അതാണ് ദിക്ർ എന്ന് പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തും. തഫ്സീർ ജമല് 2-ാം വാള്യം 504-ാമത്തെ പേജിൽ മഹാന്മാര് രേഖപ്പെടുത്തുന്നത് കാണാം. വൈദാ ദുക്കിറു, ഇനി തിരിച്ച്
അവരോട് പറയപ്പെട്ടാൽ, ആളുകളോട് ഉപദേശിക്കപ്പെട്ടാൽ, വയല് പറഞ്ഞു കൊടുത്താൽ, ആയത്തും ഹദീസും ഓതി പറഞ്ഞു കൊടുത്താൽ, മാ വഅദല്ലാഹു ബിഹി മിനസ് സവാബി വറഹ്മത്തി, അള്ളാഹു തരാൻ പോകുന്ന പ്രതിഫലങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചും അള്ളാഹുവിന്റെ കരുണയെ കുറിച്ചും അവരോട് പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ, ആ വയല് കേൾക്കുമ്പോൾ സക്കനത്ത് ഖുലൂബുഹും, കൽബിന് ചെറിയൊരു സമാധാനം കിട്ടും. ഔ, അള്ളാഹ് അത്ര റഹ്മത്തുള്ള ഒരാളാണല്ലോ, അള്ളാഹിന്റെ കരുണ അത്ര വിശാലമാണല്ലോ, അള്ളാഹ് എന്നെ നരകത്തിൽ ഇടൂല, അള്ളാഹ് എന്നെ ശിക്ഷിക്കൂല, അള്ളാഹു എനിക്ക് പുറത്തു തരാതിരിക്കില്ല എന്നൊരു സമാധാനം കിട്ടും. ഇതാണ് ദിക്റ്. അല്ലാതെ തസ്ബീഹ് കൊണ്ട് പറയുന്ന ദിക്റല്ല. അതിനാണ് ദിക്ർ എന്ന് പറയുക. അതുകൊണ്ടാണ് നമ്മുടെ ഇമാമുകളൊക്കെ പറഞ്ഞു, മഹാനായ അതാ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട വലിയ മഹാനും ഔലിയാക്കളിൽപ്പെട്ട മഹാനുമാണ്. അദ്ദേഹം പറഞ്ഞു, മജാലിസുൽ ദിക്രി, ദിക്റിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ മജാലിസുൽ ഹലാലി വൽ ഹറാമി, ഇസ്ലാമിക നിയമങ്ങൾ പഠിപ്പിക്കുന്ന മജ്ലിസിനാണ് പറയാ. ഇന്നത് ഹറാമാണത് ചെയ്യാൻ പാടില്ല, മറ്റത് വാജിബാണത് ഒഴിവാക്കാൻ പാടില്ല, മറ്റത് സുന്നത്താണ് അത് ഉപേക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മജ്ലിസിനാണ് ദിക്റിന്റെ മജ്ലിസ് എന്ന് പറയുക. അതിനെപ്പറ്റിയാണ് മജ്ലിസുൽ ദിക്ർ എന്ന് നമ്മൾ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നതും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതും അതിനെക്കുറിച്ചാണ്. ഇമാം ഖുർത്തുബി അദ്ദേഹം പറയുന്ന തഫ്സീറിലെ വലിയ പ്രശസ്തമായ ആധികാരികമായ തഫ്സീർ ഗ്രന്ഥമാണ്, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഖുർത്തുബി. അദ്ദേഹം പറയുന്നു, ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് മജ്ലിസ ഇൽമിൻ വ തദ്കീരിൻ, ആളുകളെ അള്ളാഹുവിനെ പറ്റി പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും അള്ളാഹുവിനെ പറ്റി ഓർമ്മിപ്പിക്കുകയും അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റി പറഞ്ഞ് വേദനിപ്പിക്കുകയും അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റി പറഞ്ഞ് അള്ളാഹുവിലേക്ക് പൂതി വെപ്പിക്കുകയും ചെയ്യുന്ന മജ്ലിസുകൾക്കാണ് മജ്ലിസുൽ ദിക്ർ എന്ന് പറയുക. വഹിയൽ മജാലിസുല്ലതി യുദ്കറു ഫീഹാ കലാമുല്ലാഹി വ സുന്നത്തു റസൂലിഹി, അവിടെ പറയേണ്ടത്, അവിടെ പറയപ്പെടുക അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, ഖുർആനാണ്. അതിന്റെ പുറമെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്, ഹദീസുകളാണ്. സ്വലഫുസ്സാലിഹികളുടെ, നമ്മുടെ പൂർവികരായ ഇമാമുകളുടെ ഹദീസുകളാണ്, വർത്തമാനങ്ങളാണ്. പൂർവികരായ നമ്മുടെ മുമ്പ് കടന്നുപോയ സുഖപരിത്യാഗികളായ, ദുനിയാവിൽ ഒഴിവാക്കി ആഖിറത്തിന് വേണ്ടി ജീവിച്ച ആളുകളുടെ വർത്തമാനങ്ങളാണ് അത്തരം മജ്ലിസുകളിൽ പറയപ്പെടുക. അതാണ് ഇൽമിന്റെ മജ്ലിസ്, അതാണ് ദിക്റിന്റെ മജ്ലിസ് എന്ന് നമ്മുടെ ഇമാമുകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ നമുക്കിതൊരു ഭ്രാന്തൻ മജ്ലിസുകളായി മാറിയിരിക്കുക. കുറെ ആളുകൾ ഇങ്ങനെ കൂടിയിട്ട് വട്ടത്തിൽ കൂടിയിട്ട് കുമ്പിട്ടിട്ടും നിന്നിട്ടും ചരിഞ്ഞിട്ടും അങ്ങോട്ടും വലത്തോട്ടും കടത്തോട്ടും മുട്ടിയിട്ടും തട്ടിയിട്ടും ഇതൊക്കെ വലിയ പോലീശാക്കപ്പെട്ട ദിക്റാന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയത്. ഇതാണ് നമ്മുടെ മനസ്സമാധാനം കളയുന്നതാണത്. മനസ്സിന് സമാധാനം നൽകൂല. നമുക്ക് അള്ളാഹുവിനെ പറ്റി ബോധമുണ്ടാക്കുന്ന വഅലിന്റെ മജ്ലിസുകളാണ്, ഉപദേശം നൽകുന്ന മജ്ലിസുകളാണ്, ഹലാല് ഹറാമ് പഠിപ്പിക്കുന്ന മജ്ലിസുകൾക്കാണ് അല്ലാഹു തആല, അള്ളാഹുവിന്റെ റസൂല് മജ്ലിസുൽ ഇൽമ അല്ലെങ്കിൽ മജ്ലിസുൽ ദിക്ർ എന്ന് പറയുന്നത് അത്തരം മജ്ലിസുകളാണ്. പക്ഷെ നമുക്കത് അറിഞ്ഞുകൂടാ. ഇന്ന് ഇൽമ നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇൽമിന് വേണ്ടിയല്ല, അറിവുണ്ടാക്കാനുള്ള വേദികളൊക്കെ ജഹലിന്റെ വേദികളായി മാറുകയാണ്. എവിടെയും അറിവില്ലായ്മ ജനങ്ങൾക്ക് ഉണ്ടാക്കി തീർക്കാൻ എന്താ മാർഗമെന്ന് ചിന്തിക്കുന്ന ഒരു ലോകം. എല്ലാവരും മേലെ തല മുതൽ തൊട്ട് താഴെ തല വരെ ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും. നമ്മുടെ പ്രധാനമന്ത്രിയാ പറയുന്നത്, സിനിമ ഇറങ്ങിയപ്പോൾ ആ ഗാന്ധിജിനെ പറ്റി ഇന്ത്യക്കാർ കേട്ടത്, അതിന്റെ മുമ്പ് ഈ മഹാത്മാഗാന്ധിയെന്ന് ഇന്ത്യക്കാർക്ക് ആർക്കും അറിയില്ലായിരുന്നു. മൂപ്പരെ പറ്റി ഒരു സിനിമ ഇറങ്ങിയപ്പോഴാണ് ഇന്ത്യക്കാർ ഗാന്ധിജിനെ കേട്ടത്. ആരാ പറയുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി. അതിന്റെ അർത്ഥം എന്താ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊട്ടൻ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഇത് എല്ലാവർക്കും അറിയാലോ. ഇതിലും വലിയൊരു പൊട്ടൻ ഇന്ത്യ രാജ്യത്ത് വേറില്ല. ഇതേപോലെ തന്നെ ബാക്കിയുള്ളവരുടെ കഥ. നമ്മളോട് അവർ പറഞ്ഞു തരുന്നത് എന്താണ്, നമ്മളെ അവർ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്ക് ബോധം വേണം. പഠിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾക്ക് അറിവ് നേടാനുള്ള സാഹചര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുകയാണ്. നമ്മൾ അറിവ് എന്ന പേരിൽ നമ്മൾ പഠിക്കുന്നതൊക്കെ ജഹിലായി മാറുകയാണ്. എവിടെയും അതിന് വലിയ താല്പര്യം നമുക്ക് പുതിയ തലമുറയ്ക്കില്ല. മദ്രസ തുറന്നിട്ട് 40 ദിവസം കഴിഞ്ഞു. മദ്രസ തുറന്നിട്ട് 40 ദിവസം കഴിഞ്ഞു. പക്ഷെ ഉമ്മ കുട്ടിനെയും കൊണ്ട് വിരുന്ന് പോയിട്ട് തിരിച്ചു വരാത്ത ഒരുപാട് മക്കൾ കണ്ണാടിയിലുണ്ട്. പുറത്തമാരുടെ കഥ എനിക്കറിഞ്ഞൂടാ. സ്കൂൾ തുറന്നാൽ ചിലപ്പോൾ വരികയായിരിക്കും. ആ കുട്ടിയൊന്നും ലിസ്റ്റിലില്ല. നമ്മൾ ഇന്നത്തെ സംവിധാനം പഴയ സംവിധാനമല്ല, ഓൺലൈനാണ്. ഇത് മുഴുവൻ പേര് രജിസ്റ്റർ ചെയ്ത് ഓൺലൈനിലാണ്. ആ കുട്ടികളൊക്കെ ലിസ്റ്റിൽ നിന്ന് പോയിരിക്കുക. കാരണം 15 ദിവസം വരാത്ത കുട്ടിന്റെ പേര് രജിസ്റ്ററിൽ കണ്ടാൽ മുഫത്തിഷ് വന്നാൽ എന്നെയാണ് ചീത്ത പറയാ.
ഇത് 40 ദിവസം കഴിഞ്ഞിട്ട് കുട്ടികൾ മദ്രസയ്ക്ക് വരാൻ തുടങ്ങിയിട്ടില്ല. അല്ല, ഉമ്മമാന്റെ വീട്ടിലാണ്. അപ്പൊ മദ്രസ ഒരു പഠനം ഒരു വിഷയമല്ല. കുട്ടികൾക്ക് പഠിപ്പിച്ചോളണമെന്നില്ല, ദീനി വിദ്യാഭ്യാസം നൽകണമെന്നില്ല. ആ നിലയിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മളും ആ നിലയിൽ തന്നെ ജഹില് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നിടത്തേക്ക് നമ്മുടെ പ്രധാനമന്ത്രി മാത്രമല്ല നമ്മൾ ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് പിശാചിന്റെ വിജയം. പിശാച് നമ്മളെ അങ്ങനെയാ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അറിവിന്റെ നിലാവ് വാവിന്റെ ദിവസം വാവ് കൊണ്ടുപോയിട്ട് നിലാവാക്കി മാറ്റപ്പെടുന്നത്, ജഹില് കൊണ്ടുപോയിട്ട് അറിവാക്കി മാറ്റപ്പെടുന്നത്. അവിടെ അറിവ് കിട്ടുന്നില്ല, നമുക്ക് കിട്ടേണ്ടത് അവിടെ കിട്ടൂല. കുറെ സുബ്ഹാനല്ലയും കുറെ അൽഹംദുലില്ലയും കുറെ അല്ലാഹു അക്ബറും നാവിൽ പറഞ്ഞത് കൊണ്ട് മാത്രം ദിക്റാവൂല. ഹലാല് ഹറാമിന്റെ ഇൽമു വരുന്നില്ല. നമ്മുടെ നിസ്കരിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഒരു മജ്‌ലിസുന്നൂർ അല്ലെങ്കിൽ ഒരു സ്വലാത്തിന്റെ മജ്‌ലിസ്, ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്. എൻ്റെ നാട്ടിൽ മജ്‌ലിസുന്നൂർ നടക്കാറുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം. 3 നിലയുള്ള മദ്രസയാണ്. ആ 3-ാം നില മദ്രസന്റെ മുകളിൽ 4-5 കാളം വെച്ച് കെട്ടിയിട്ടുണ്ട്, നിരോധിക്കപ്പെട്ട കാളം. എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ ഈ കാളത്തിലൂടെയാണ് മജ്‌ലിസുന്നൂർ നടത്തുന്നത്. അതിൻ്റെ ഉള്ളിൽ എത്ര ആളുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അതിലൊന്നും കൂടുന്ന ആളല്ല. നിങ്ങൾ എന്നെ വഹാബിയാക്കോ മുജാഹിദാക്കോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതിലൊന്നും കൂടാനുള്ള ഒരാളല്ല. അപ്പൊ ഈ കാളത്തിലൂടെ ഇങ്ങനെ കേൾക്കാം. എത്ര ശല്യം അതെന്ന് ആലോചിക്കാൻ നിങ്ങൾ. വേറുള്ള മനുഷ്യന്മാർക്ക് വർത്താനം പറയണ്ടേ, രോഗികൾക്ക് കിടന്നുറങ്ങണ്ടേ, മറ്റുള്ളവർക്ക് ജീവിക്കണ്ടേ, അവനവന്റെ കാര്യങ്ങൾ നടക്കണ്ടേ. ഇവര് 2-4 ആള് കൂട്ടിയിട്ട് 1000 ആളുണ്ടെങ്കിൽ അവർക്ക് കേൾക്കാനുള്ള ഉള്ളിൽ വെച്ച് ചെല്ലിക്കോട്ടെ. എന്തിനാ നമ്മൾ ഇങ്ങനത്തിന് ദിക്റെന്നാ പറയാ? ഹൈദരലി ശിഹാബ് തങ്ങള് ഉള്ള സമയത്ത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഇത്തരം ഏർപ്പാടുകൾ അവസാനിപ്പിക്കണം, ഇതൊക്കെ പള്ളികളുടെ മദ്രസയുടെ ഉള്ളിൽ ഒതുങ്ങണം, പുറത്തേക്ക് ഈ ശബ്ദങ്ങളൊന്നും വരരുത്, ഇത് അപശബ്ദമാണ്, ഇത് ശല്യമാണ്, ഇത് തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. വലിയ ചർച്ചയായി. എല്ലാ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ചർച്ച നടന്നു അതിനെ കുറിച്ച്. അങ്ങനെ 1 മാസം കഴിഞ്ഞു, അതിന്റെ കഥ കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ അനുയായികൾ തന്നെ അത് ഏറ്റെടുത്തു. നമ്മൾ ആലോചിക്കണം, ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ അമലുകൾ പൊളിച്ചു കളയുന്ന പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. ഇത് ഇൽമല്ല, ഇത് അറിവല്ല, ഇത് ജഹിലാണ്, പിശാചിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും അല്ലാഹു പൊരുത്തപ്പെടുന്ന ദിക്റിലേക്ക് നമ്മൾ മടങ്ങണം. അല്ലാഹു പൊരുത്തപ്പെടണമെങ്കിൽ ഇന്നമായുറുദിൽ മുനീബു റബ്ബഹു മാദാമ മഗ്നിയൻ ബിദിക്രിൻ ഖൽബുഹു. അവന്റെ ദിക്ർ കൊണ്ട് അവന്റെ കൽബ് അനുഗ്രഹീതമാവണം, അവന്റെ കൽബിൽ നിറയണം അള്ളാഹുവിന്റെ ദിക്ർ. അള്ളാഹുവിന്റെ പ്രവാചകരോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നബിയെ അള്ളാഹു എവിടെയാണ്, അള്ളാഹു എവിടെയാണ് എന്ന് ചോദിച്ചപ്പോ ആ ചോദിച്ച ആൾ പറയുന്നുണ്ട്, ആകാശത്താണോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആകാശം അതിന് മാത്രം വിശാലമല്ല, അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ മാത്രം ആകാശം വിശാലമല്ല. ഭൂമിയോ അത് അതിലും ചെറുതാണ്, അവിടെയുമല്ല. ഈ പ്രപഞ്ചത്തിൽ എവിടെയും അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിട്ടൊന്നുമില്ല. പിന്നെ എവിടെയാണ് അള്ളാഹു? അള്ളാഹു തആല ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസിയായ ഒരാളുടെ മനസ്സിലാണ് അള്ളാഹു നിലനിൽക്കുന്നത്. അത് ആകാശഭൂമിയേക്കാളും പ്രപഞ്ചത്തെക്കാളും വിശാലമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ അവിടെ അള്ളാഹുവിനെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അവിടെ അള്ളാഹു ഇല്ലെങ്കിൽ പിന്നെ നാവിൽ എന്ത് അള്ളാഹു ഉണ്ടായിട്ട് എന്ത് കാര്യ? തസ്ബീഹ് മാല എത്ര വട്ടം മറിച്ചിട്ട് എന്ത് കാര്യ? അതുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിലായി ജീവിക്കാനും അള്ളാഹുവിന്റെ ദിക്റിലായി മരിക്കാനും നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് മടങ്ങണം. അഖ്നി സ്വലാത്തൽ ദിക്രി, ഇബാദത്തുകളിലൊക്കെയും അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടാവണം. എപ്പോഴും ദിക്റാവണം, മനസ്സിൽ ദിക്ർ ഉണ്ടാവണം. നാവ് കൊണ്ട് പറയുന്നതല്ല ദിക്ർ, നാവ് അതിനെ സഹായിക്കും. മനസ്സിൽ ദിക്ർ ഉണ്ടെങ്കിൽ നാവ് അതിനെ സഹായിച്ചോട്ടെ. പക്ഷെ മനസ്സിലാണ് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത, അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം, ഈ പ്രപഞ്ചത്തെ പറ്റി, ഈ പദാർത്ഥ ലോകത്തെ പറ്റി, ആകാശ ലോകത്തെ പറ്റി, ലോകത്തുള്ള ഓരോ കണികകളെ പറ്റി, അത്ഭുത പ്രതിഭാസങ്ങളായ മനുഷ്യൻ, മൃഗങ്ങൾ, അന്നപാനീയങ്ങൾ എന്തൊക്കെയുണ്ടോ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കണം. അതിലൊക്കെ അള്ളാഹുവിനെ കണ്ടെത്താൻ നമുക്ക് കഴിയും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉത്തരം കിട്ടാത്ത, നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ വരെ എത്തുമ്പോൾ അവൻ പറയണം റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, അല്ലാഹുവേ എൻ്റെ രക്ഷിതാവേ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, നീ ഇതൊന്നും വെറുതെ അറിയാതെ സംഭവിച്ചു പോയതല്ല, വെറുതെ അങ്ങ് ഉണ്ടായതല്ല. മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല. ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നീ നരകത്തെ തൊട്ട് കാക്കണേ റബ്ബേ എന്ന് മനുഷ്യൻ പറയുവോളം
ചിന്തിക്കണം. പ്രപഞ്ച ലോകത്തെ പറ്റി ആലോചിച്ച് മനസ്സിലേക്ക് അള്ളാഹുവിന്റെ ദിക്റിനെ കൊണ്ടുവരണമെന്ന പരിശുദ്ധ ഖുർആൻ നമ്മളോട് ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ഓൺലൈൻ ദിക്റിലും അതേപോലെ മൊബൈലിലൂടെയും അല്ലെങ്കിൽ TV-യിലൂടെയും അല്ലെങ്കിൽ വേറെ വല്ല സരസിലും ഒക്കെ ദിക്ർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പോയി പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടുന്ന കോമാളികളുടെ ദിക്റുകളാണ് ഇന്ന് നമുക്കും നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ വേണ്ടത്. അത്തരം ദിക്റുകളാണ്. സത്യത്തിൽ അവിടെ അറിവിന്റെ നിലാവുകളല്ല ഉദിച്ചിരിക്കുന്നത്, അവിടെ ജഹിലിന്റെ കറുത്ത വാവുകളാണ്. അതിലാണ് നമ്മുടെ സമുദായം പോയി കുടുങ്ങിയത്. ഇതൊക്കെ വലിയ സംഭവമാക്കി അവർക്ക് സമ്പാദിക്കാനുള്ള മാർഗങ്ങളാണ് അതൊക്കെ. നമ്മുടെ ഉള്ളിലേക്ക് അള്ളാഹു വന്നിട്ടില്ല. നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ പ്രതിഷ്ഠിക്കാൻ, അള്ളാഹുവിനെ സജീവമാക്കാൻ നമുക്ക് കഴിയാതെ ഒരു നിസ്കാരവും ഒരു ദിക്റും ഒരു അമലും അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ പറ്റി ബോധമുള്ള ദിക്റുള്ളവരായി തീരാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി 5 നേരം നിസ്കാരം മുടങ്ങാതെ നിർവഹിക്കണം. ഞാൻ പറഞ്ഞു വന്ന അത്തരം ഒരു മജ്‌ലിസ്, നൂറിന്റെ മജ്‌ലിസിൽ മൂലയിൽ ദ്വാരക്കണ മൂലയിൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അവിടെ കൂടിയ ആളുകളൊക്കെ പിരിഞ്ഞു പോകും. നിസ്കാരം കളാനുള്ള ഒരാളും ഈ മജ്‌ലിസിൽ ഇരിക്കരുത്. നിങ്ങൾക്ക് ദിക്ർ ചെല്ലൽ ഹറാമാണ്. മസലെ ഞാനീ പറഞ്ഞത് സത്യമാണ്, എല്ലാ കിതാബിലുണ്ട്, 11 അടുത്തുണ്ട്. നിസ്കാരം കളായുള്ള ആള് അത് കളാവ് കിട്ടാൻ സമയം ചെലവാക്കാതെ ദിക്ർ ചൊല്ലി ഇരിക്കൽ ഹറാമാണ്. അതുകൊണ്ട് മജ്‌ലിസ് നൂറില് അല്ലെങ്കിൽ മഹദറത്തുൽ ബദരിയയില് നിങ്ങൾ ഇരിക്കുന്നത് ശരിയല്ല. നിസ്കാരം കളാവുള്ളവരൊക്കെ ഇവിടെ നിന്ന് എണിച്ചു പോകണമെന്ന് മൗലിയര് പറഞ്ഞാൽ ചിലപ്പോൾ മൗലിയരും പോകേണ്ടി വരും. ആരും ഉണ്ടാവില്ല ദിക്റിന് കൂടാതെ. ഇങ്ങനത്തെ ആൾക്കാരാ മജ്‌ലിസ് ദിക്റിനൊക്കെ നടത്തുന്നത്. എന്നിട്ട് ഇതിൽ കൂടി വരുന്ന കുട്ടികളുണ്ടാകാത്തവർക്ക് കുട്ടികളുണ്ടാവും, ക്യാൻസർ മാറും, അതാവും ഇതാവും, എന്തൊക്കെ നുണയാ ഓരോരുത്തർ പ്രചരിപ്പിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇത്തരം പൊട്ടത്തരങ്കിൽ കുടുങ്ങാതെ നമ്മുടെ സമുദായത്തെ നമ്മൾ കാക്കണം, നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ സംരക്ഷിക്കണം. അള്ളാഹു ഹിദായത്താക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലി